കുറച്ചുകൂടെ തെളിവായിട്ട് പറഞ്ഞാൽ ദുഃഖങ്ങളിൽ കൂടിയും രോഗങ്ങളിൽ കൂടിയും ദാരിദ്ര്യങ്ങളിൽ കൂടിയും ദൈവം നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ നമ്മളെ ശുദ്ധീകരിക്കുമെന്നുള്ള തെറ്റായ ഒരു ധാരണ കൊടുക്കുന്നു. വേദപുസ്തകം പറയുന്നു ദൈവം പരീക്ഷകളാൽ എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ പരീക്ഷിക്കത്തില്ല. വ്യക്തമായി പരിശുദ്ധാത്മാവിന് തെറ്റ് പറ്റില്ല. ദൈവം മക്കളെ ശോധന ചെയ്യും. ഈ ശോധനയ്ക്കും പരീക്ഷയ്ക്കും വ്യത്യാസമുണ്ട്. ശോധനയ്ക്കും പരീക്ഷയ്ക്കും വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ രക്ഷ എന്ന് പറയുന്നത് മാത്രമേ സൗജന്യമായി ദൈവം നമുക്ക് തരുന്നു. ആദ്യം ദൈവം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം അതാണ്, രക്ഷ മാത്രമേ ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, സൗജന്യമായിട്ട് തരുന്നുള്ളൂ. അതിനുശേഷം ദൈവരാജ്യത്തിലുള്ള സകല അനുഗ്രഹങ്ങളും നാം വെട്ടിപ്പിടിക്കണം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന വലിയൊരു കാര്യമാണ്. കാരണം രക്ഷയ്ക്കൊരു അമൗണ്ട് ദൈവം വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വില ദൈവം വെച്ചിരുന്നെങ്കിൽ ലോകത്തിലുള്ള ചിലർക്ക് ഒരു രക്ഷ കൊടുക്കാൻ കഴിയായിരുന്നു. ആർക്കെങ്കിലും ഒക്കെ ഒരു പൈസയാണ് വെക്കുന്നത് വിചാരിച്ചു, ഒരു 1 കോടി രൂപ നിങ്ങൾ തരികയാണെങ്കിൽ, പള്ളി കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ, ചർച്ച കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന വ്യക്തിക്ക് രക്ഷ ലഭിക്കും എന്നായിരുന്നു ദൈവം ഒരു കണക്ക് വെച്ചിരുന്നെങ്കിൽ 1 കോടി രൂപ കൊടുത്ത് രക്ഷ വാങ്ങിക്കാൻ കഴിവുള്ള വളരെ ചുരുക്കം പേർക്ക് മാത്രമേ എന്ത് ചെയ്യാനൊക്കത്തുള്ളായിരുന്നു, രക്ഷയിലേക്ക് വരാൻ കഴിയത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് ദൈവം എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ള ദൈവത്തിന്റെ ആ വലിയ സ്നേഹം കൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്, രക്ഷ എന്ന് പറയുന്നത് നമുക്ക് സൗജന്യമായി ക്രിസ്തുയേശുവിൽ കൂടെ നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് എന്തുണ്ടായിരിക്കും, ഉറപ്പായിട്ടും രക്ഷ ദൈവം കൊടുത്തിരിക്കും. അത് സംശയമില്ലാത്ത കാര്യം. ഈ രക്ഷ എന്ന് പറയുന്നത് ഒരു താക്കോലാണ്, സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ടുള്ള ഒരു താക്കോലാണ്. ആ രക്ഷയുടെ 3 കണ്ണികളാണ്. ഒന്ന് രക്ഷ, അതിനുശേഷം ജലത്തിൽ മുഴുകി സ്നാനപ്പെടണം. ഇത് ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആയിരിക്കുക. അതിനുശേഷം പരിശുദ്ധാത്മാവിനാൽ നിറയുകയും പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുകയും ചെയ്യും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരമുണ്ട്. അപ്പം അത് രക്ഷയുടെ ഒരു ഭാഗമാണ്. വിശ്വസിക്കുമ്പോൾ നമുക്ക് ദൈവമക്കളാകുന്ന അധികാരമുണ്ട്. പക്ഷേ നമ്മുടെ രക്ഷ പ്രാപിച്ചത് കൊണ്ട് ദൈവവൈദ്യരായിട്ട് തുടരണമെന്നില്ല. ഇപ്പൊ ദൈവവൈദ്യരായി തുടരണമെങ്കിൽ റോമാലേഖനത്തിൽ വീണ്ടും പരിശുദ്ധാത്മാവോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ മാത്രമേ എന്താകുന്നുള്ളൂ, ദൈവമക്കളാകുന്നുള്ളൂ. അപ്പൊ രക്ഷയുടെ അനുഭവത്തിൽ നിന്നും നാം ദൈവമക്കളായി തുടരണമെന്നൊരിക്കൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അല്ലെങ്കിൽ ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ്. അപ്പം രക്ഷാസ്നാനം, പരിശുദ്ധാത്മാഭിഷേകം ഒരു പ്രോസസ്സാണ്. അത് ഒറ്റ താക്കോലാണ്. ഒരു താക്കോലിന് 3 ഭാഗങ്ങളാണ്. ഇത് 3 പ്രാപിച്ച ഒരു വ്യക്തി മാത്രമേ സ്വർഗരാജ്യത്തിൽ അവകാശിയായി തീരുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുന്നത്, സ്വർഗരാജ്യത്തിന്റെ നന്മകൾ പ്രാപിക്കാനുള്ള ആ ഒരു തകുതിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്ന ഒരു പൊസിഷനിലേക്ക് ആ മനുഷ്യന്റെ വ്യക്തി മാറുന്നു. എന്നാൽ ആ പൊസിഷൻ നാം പ്രാപിച്ചത് കൊണ്ട് ദൈവരാജ്യത്തിലുള്ള നന്മകളെല്ലാം നാം പ്രാപിച്ചു എന്ന് പറയാനുള്ളത്. നല്ലൊരു ഉദാഹരണം പറഞ്ഞാല്, പഴയ നിയമത്തിൽ അതിനകത്ത് പഴയ നിയമം മുഴുവൻ നമുക്ക് പുതിയ നിയമത്തിന്റെ നിഴലായിട്ടാണ് പറയപ്പെടുന്നത്. പഴയ നിയമം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. മോശ ഇസ്രായേൽ ജനങ്ങളെ നടത്തിക്കൊണ്ടുപോയി. പക്ഷെ മോശ അവർക്ക് ആർക്കും എന്ത് ചെയ്തില്ല, ദേശം വിഭാഗിച്ചു കൊടുത്തില്ല. മോശ നടത്തിയത് രക്ഷ മാത്രം. അവരെ ഇസ്രായേലിൽ നിന്നും അല്ലെങ്കിൽ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചു. എന്നിട്ട് യോശുവയുടെ കയ്യിലേക്ക് അവരെ ഏൽപ്പിക്കുകയാണ്. യോശുവ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ, ഈ ജനങ്ങളെയും കൊണ്ട് അവന് ദൈവത്തിന്റെ വാഗ്ദത്ത ദേശമായിരിക്കുന്ന കനാനിൽ പ്രവേശിക്കുകയും ഈ ജനങ്ങളോട് മോശ പറയുന്ന ഒരു ഭാഗമുണ്ട്, യോശു പറയുന്ന ഒരു ഭാഗമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്ഥലങ്ങൾ പോയി വെട്ടിപ്പിടിക്കണം, യുദ്ധം ചെയ്ത് പിടിക്കണം. അതിന്റെ അർത്ഥം ഇതാണ്, രക്ഷ നമുക്ക് ലഭിക്കും, എന്നാൽ ദൈവരാജ്യത്തിനകത്തുള്ള നന്മകളെ നാം പ്രാപിക്കണമെന്നുവെങ്കിൽ നാം യുദ്ധം ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ യുദ്ധം 2 രീതിയിലുള്ളതായിരിക്കുന്ന യുദ്ധമാണ്. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് വിജയം കൈവരിക്കാനൊക്കെ. ഒന്ന്, നമ്മുടെ നന്മകളെ പിശാച് തടഞ്ഞു നിർത്തും.
ചെയ്യണം? പിശാചുമായി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. രണ്ടാമത്തെ യുദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അതിൽ നാം നിലനിൽക്കുന്നുണ്ടോ എന്നറിയുവാൻ ദൈവം നമുക്ക് മുമ്പിൽ നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് ദൈവം നമ്മളെ എൻകൗണ്ടർ ചെയ്യും. അതെന്താണ്? അതിനൊരു നല്ല ഉദാഹരണമാണ് യാക്കോബ്. യാക്കോബ് മടങ്ങി തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. യാക്കോബ് എന്ത് ചെയ്തു? ഒരു രാത്രി മുഴുവൻ എന്ത് ചെയ്തു? യുദ്ധം ചെയ്തെന്ന് അവിടെ എഴുതി. യുദ്ധം എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ മല്യുദ്ധം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ. വളരെ റെസ്ലിംഗ്, ഒരു മനുഷ്യനുമായിട്ട് യുദ്ധം ചെയ്യുന്നത് പോലെ ദൈവത്തോട് യുദ്ധം ചെയ്തിട്ട് അവൻ എന്ത് ചെയ്തു? വാഗ്ദത്തങ്ങളെ പ്രാപിച്ചു. ഇത് രണ്ടിനും രണ്ടർത്ഥം. ഒന്ന്, പിശാചിനെ ജയിക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ പിശാച് നമ്മുടെ കരങ്ങളിൽ നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന നന്മകളെ തടസ്സപ്പെടുത്തും എന്നുള്ളതിനുള്ള ഉദാഹരണം നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയും. ദാനിയേലിന്റെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുന്നതിനാണ്, ദാനിയേൽ ദൈവത്തിന് പ്രിയനായിരിക്കുന്നത് കൊണ്ട് ഉപവസിക്കുവാൻ മുട്ടുകുത്തിയ ആദ്യത്തെ ദിവസം തന്നെ ഉത്തരം ദാനിയേലിന് കിട്ടി, അല്ലെങ്കിൽ ദാനിയേലിന് വേണ്ടി ഉത്തരം അയക്കപ്പെട്ടു. എന്നാൽ ഈ ഉത്തരം ദാനിയേൽ എപ്പോഴാണ് കിട്ടുന്നത്? ദാനിയേലിന്റെ 21-ാം ദിവസമാണ് ദാനിയേലിന് ഉത്തരം കിട്ടുന്നത്. ഞാൻ ആ ഭാഗങ്ങളിൽ എടുത്ത് വായിക്കുന്നത് ഒത്തിരി സമയമാകുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കാം. ദാനിയേൽ ഉപവസിക്കാൻ ശ്രമിക്കുമ്പോൾ വചനം എങ്ങനെയാണ് പറയുന്നത്? ദാനിയേലെ, നീ എനിക്ക് പ്രിയനായിരിക്കാൻ നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ നിനക്ക് എന്ത് ചെയ്തിരിക്കുക? ഉത്തരം കിട്ടി, അയച്ചു കഴിഞ്ഞു. പക്ഷേ എന്ത് പറ്റിയെന്നറിയാവോ? ഷോർ ദേശത്തിന്റെ പ്രഭു ആ ഉത്തരത്തെ തടഞ്ഞു. ആമേൻ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ദാനിയേൽ ദൈവസന്നിധിയിൽ ആ ഉത്തരം ലഭിക്കുന്നിടം വരെയും എന്ത് ചെയ്യുമായിരുന്നു? യുദ്ധം ചെയ്യുകയായിരുന്നു. അതുപോലെ നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന നന്മകളെ പിശാച് തടയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ യുദ്ധം ചെയ്യണം. ഒരു വചനം നമുക്ക് വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. മത്തായി എഴുതിയ സുവിശേഷം 11:12. മതി അത്ര മതി. അവിടെ എഴുതിയിരിക്കുന്നത്, യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ മാത്രമേ അതിനെന്ത് ചെയ്തുള്ളൂ? പിടിച്ചത്. ഇത് നമ്മൾ ദൈവമക്കൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒരു വ്യക്തി ദൈവ പൈതലായി കഴിയുമ്പോൾ രക്ഷയുടെയും സ്നാനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും എല്ലാം വഴി അനുഭവത്തിലേക്ക് നടന്നു വന്നു കഴിഞ്ഞതുകൊണ്ട് അവൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? സ്വർഗരാജ്യത്തിലെ അനുഗ്രഹം പ്രാപിക്കുന്നില്ല. അവന് ദൈവം സ്വർഗരാജ്യത്തെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെന്നാൽ അനുഗ്രഹങ്ങളെ പ്രാപിക്കണമെന്ന് വരിക അവൻ എന്ത് ചെയ്യേണ്ടി വരും? യുദ്ധം ചെയ്ത് അതിനെ വെട്ടിപ്പിടിക്കണം. ഹല്ലേലൂയ. ഇത് പലരും ഇത് മനസ്സിലാകുന്നില്ല. എല്ലാവരുടെയും വിചാരം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവപൈതലായി അല്ലെങ്കിൽ പെന്തിക്കോസ്തുകാരനായാലും വിശ്വാസിയായി കഴിഞ്ഞാൽ ദൈവം നമുക്ക് നന്മകളെല്ലാം തരുമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തി, അല്ലെങ്കിൽ ഒരു ആരാധനയ്ക്ക് പോയി, അത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നന്മകൾ ലഭിക്കുമെന്നായിരിക്കും. അങ്ങനെയല്ല. വചനം വ്യക്തമായിട്ട് പറയുന്നു. അവിടെ പറയുന്നത് യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ സ്വർഗരാജ്യത്തെ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകനാണ് ആദ്യമായി ദൈവരാജ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തെ പ്രസംഗം പിൻ പോയിന്റ് എന്തായിരുന്നു? യേശുക്രിസ്തുവിന്റെ പിൻ പോയിന്റ് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. യോഹന്നാൻ പറഞ്ഞു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുക. യേശു പ്രകടമാകാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ യേശു എന്താ പറയുന്നത്, ക്രൂശിൽ മരിക്കപ്പെട്ട് ദൈവരാജ്യത്തെ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാതിരുന്നത് കൊണ്ട് അത് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ അടുത്തായിരിക്കുകയാണെന്നാണ് യോഹന്നാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് യോഹന്നാൻ പറഞ്ഞത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക, നിങ്ങൾ മാനസാന്തരപ്പെടും. യേശു ക്രിസ്തു എന്നിട്ട് എന്താ പറഞ്ഞത്? സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അതിന്റെ അർത്ഥം എന്നാ? യേശു ക്രിസ്തു ദൈവരാജ്യത്തെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെ സ്ഥാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ യോഹന്നാൻ സ്വർഗരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞ് പ്രൊക്ലെയിം ചെയ്ത അന്ന് മുതൽ അതിനെക്കുറിച്ച്
പഠിച്ച് ആത്മീയപരമായി മനസ്സിലാക്കിയ വ്യക്തികളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? ആ ദൈവരാജ്യത്തിന്റെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ നന്മ പ്രാപിപ്പാൻ തക്കവണ്ണമായി അവർ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അതിനവിടെ എഴുതിക്കുന്നത് യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ യേശുക്രിസ്തു പറയുന്ന ആ സമയം വരെ സ്വർഗരാജ്യത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ബലാത്കാരം ചെയ്യാൻ പറഞ്ഞാൽ യുദ്ധം ചെയ്യുക, മൽയുദ്ധം ചെയ്യുക. എന്തിനാ? ദൈവരാജ്യത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നന്മകളെ മനസ്സിലാക്കി അതിനെ പ്രാപിച്ചെടുത്ത് അതിനെ അനുഭവിക്കും. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നത് ഞാൻ ഇപ്പൊ നമ്മൾ ദൈവരാജ്യത്ത് നമുക്ക് അനേക നന്മകൾ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി അതിനെ പ്രാപിച്ചെടുക്കാൻ നാം എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. ഹല്ലേലൂയ. ഒന്ന് അതവിടെ നിൽക്കട്ടെ. ഞാൻ വേറെ പറഞ്ഞല്ലോ, ശോധന എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മളെ ശോധിക്കുന്ന വിഷയത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം ഏത് കാര്യത്തിലാണ് നമ്മളെ ശോധിക്കുന്നത്, അല്ലെ ദൈവം നമ്മളെ എങ്ങനെയാണ് ശോധിക്കുന്നത്? ദൈവം നമ്മളെ ശോധിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുന്നതിനോട് പറയണം. പറയാൻ പ്രകാരം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി ദൈവം നമ്മളെ ശോധന ചെയ്യുന്ന വിധം പറഞ്ഞ അമ്മ പറഞ്ഞ ദൈവം നമ്മളെ എങ്ങനെയാ ശോധന ചെയ്യുന്നത്? ഏത് കാര്യത്തിലാണ് ദൈവം നമ്മളെ ശോധന ചെയ്യുന്നത്? ഏത് കാര്യത്തിലാണ് ദൈവം നമ്മളെ ശോധന ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാവുന്നത് പറയാം. കാരണം നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അറിഞ്ഞാലേ നമുക്ക് ഇതിന്റെ കറക്റ്റായ പാതയിൽ അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റും. അതിനാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞോ. ഇതിൽ കൂടെ ഒന്നും ദൈവം നമ്മളെ ശോധന ചെയ്യത്തില്ല. ആമേൻ, ആമേൻ. ഇത് ഒരു വലിയ തെറ്റായ ഒരു ധാരണ നമ്മുടെ ഇടയിൽ പിശാച് എന്ത് ചെയ്യും? ശരിക്കും വളർന്നു വെച്ചു. ദൈവം ശോധന ചെയ്യുന്നത് ഒറ്റ ഒരു കാര്യത്തിൽ കൂടെ മാത്രമേ നമ്മളെ ശോധന ചെയ്യൂ. എന്താണ് ദൈവം ശോധന ചെയ്യുന്ന ആ ഭാഗം ഒന്ന് എടുത്ത് വായിച്ചാട്ടെ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യം വായിക്കുന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 2-3 കാര്യം അവിടെ എഴുതിക്കുന്ന കാര്യം ഞാൻ പറയാം. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ പോകുന്നിടത്തൊക്കെയും ശുഭമായിരിക്കണമെങ്കിൽ അതിനൊറ്റ കാര്യമേ ഉള്ളൂ. അതിന്റെ ഒറ്റ കാര്യമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? ന്യായപ്രമാണത്തിലുള്ളത് നിന്റെ ഹൃദയത്തിനകത്തൊന്നും മാറിപ്പോകും. ആമേൻ. എന്താണ്? ന്യായപ്രമാണത്തിനകത്തുള്ളത് നിന്റെ ഹൃദയത്തിനകത്തൊന്നും മാറിപ്പോകും. ഇത് മാറിപ്പോയാൽ ശുഭമായിട്ടിരിക്കാൻ പറ്റും. ആമേൻ. അപ്പൊ അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ മനസ്സിലാവും. ന്യായപ്രമാണമെന്ന് പഴയ നിയമകാലത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പുതിയ നിയമകാലത്തിലെ ന്യായപ്രമാണത്തിന്റെ അർത്ഥം എന്താണെന്ന് ദൈവത്തിന്റെ കൽപ്പനകൾ വാഗ്ദത്തങ്ങളും വളരെ സിമ്പിളായിട്ട് എത്ര മനസ്സിലാക്കി.
എന്താണ്? ദൈവീയ കൽപ്പനകളും വാഗ്ദത്തങ്ങളും. വിശുദ്ധരായിരിക്കണം, ദൈവത്തോട് സ്നേഹമുള്ളവരായിരിക്കണം. അപ്പോഴതെല്ലാം അന്നേരം നാം എന്തായിത്തീരും എന്നുള്ളത് ദൈവം പറഞ്ഞു. അതാണ് പറഞ്ഞത്. ഇത് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ന്യായപ്രമാണം എന്താണെന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണമായ ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്നുകൂടെ വായിക്കണ്ട സിസ്റ്റർ, അത്രയൊക്കെ പോയി വായിക്കാം. ഇത് എന്നിട്ട് ഇത് ചുമ്മാ കേട്ടോണ്ടിരുന്നാൽ മാത്രം പോരാ. പിന്നെ എന്ത് ചെയ്യണം? ആ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നീ നടക്കണം. അവിടെ വിഷയമിരിക്കുന്നത്. ദൈവം നമ്മോട് പറയുന്നത് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നടക്കണം. ഇവിടെയാണ് യുദ്ധം തുടങ്ങുന്നത്. ആമേൻ. നിങ്ങൾ ഇത് കേട്ടോണ്ട് ഒരു സൈഡിൽ കൂടെ കേട്ട് വേറൊരു സൈഡിൽ കൂടെ പോയാൽ പിശാച് നിങ്ങളോടൊന്നും ചെയ്യത്തില്ല. അവൻ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല. നിങ്ങൾ 7 അയൽവക്കത്ത് പോലും പിശാച് വരത്തില്ല. അവനറിയാം ഇത് കേട്ടോണ്ടിരിക്കുമല്ല, ഇത് ചെയ്യാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഇവന്റെ അനുഗ്രഹം ഒന്നും ഇവന് കിട്ടാനും പോകുന്നു. ഇത് പിശാചിന് നല്ലതുപോലെ അറിയാം. എപ്പം നമ്മൾ ന്യായപ്രമാണം അനുസരിച്ച് നടക്കാൻ തുടങ്ങുമോ അപ്പൊ നമുക്ക് പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. ദൈവം ശോധന ചെയ്യുന്ന കാര്യം ഇതാണ്. ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് നമ്മൾ നടക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ദൈവം ശോധന ചെയ്യും. വേറെ ഒരു കാര്യത്തിലും ദൈവം ശോധന അയക്കത്തില്ല. ബാക്കിയുള്ളതെല്ലാം പരീക്ഷകളാണ്. പിശാച് കൊണ്ടുള്ള തന്ത്രങ്ങളും നാം മോഹപ്പെട്ട് വലയിൽ വീണു പോകുന്നത്. 2 രീതിയിലുള്ള പരീക്ഷകളുണ്ട്. ഒന്ന്, നാം കണ്ടു മോഹിച്ച് അതിൽ വീണു പോകുന്നതും പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങൾ അറിയാതെ പോയി വീഴുന്നതും 2 രീതിയിലുള്ള പരീക്ഷകൾ. എന്നാൽ ശോധനയിൽ നാം ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. മറ്റതിനെ കുറിച്ചൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ന്യായപ്രമാണത്തിലുള്ളത് മുഴുവൻ എന്ത് ചെയ്യണം? നീ അനുസരിച്ച് നടക്കാൻ എന്തുണ്ടായിരിക്കണം? അവിടെയാണ് വിഷയം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അനുസരിച്ച് നടക്കാനുള്ള ഉറപ്പും ധൈര്യവും ദൈവജനത്തിന് ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് ശോധനയെ ദൈവമായിരിക്കുന്നത്. ശോധന എന്ന് പറഞ്ഞാൽ എന്താ? ടെസ്റ്റ് എന്ന ഇംഗ്ലീഷ്, നോട്ട് ടെംപ്റ്റേഷൻ. ടെംപ്റ്റേഷന്റെ പരീക്ഷ, ടെസ്റ്റ്. ഇപ്പൊ നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പറഞ്ഞാൽ ടെസ്റ്റ് അല്ലെ എക്സാം. ടെസ്റ്റിനെ കുറച്ചുകൂടെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ 4 അർത്ഥങ്ങളിൽ ഒരു ഭാഗമാണ് എക്സാം. എന്താ എക്സാം? എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? പറഞ്ഞാട്ടെ, നമുക്കിന്ന് ബൈബിൾ സ്റ്റഡി പോലെ പോകാം. എന്നാലേ നമുക്ക് മനസ്സിലാവും. വളരെ ക്ലിയർ ആയിട്ട് ശകലം നിർത്തി. ഞാൻ ഒത്തിരി സമയം എടുക്കുന്നത് പെട്ടെന്ന് പറഞ്ഞു. എക്സാം അല്ലെങ്കിൽ ടെസ്റ്റ് എന്നും അതിൻ്റെ ഞാൻ ചോദിക്കുന്നത് അത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ല, ആ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എൻ്റെ ചോദ്യം. എന്തിനാ ടെസ്റ്റ് ഇടുന്നത്? അല്ല, ശരിക്കും ടെസ്റ്റിന്റെ പരീക്ഷയുടെ ഉദ്ദേശം പ്രമോഷനാണ്. ടെസ്റ്റിന്റെ ഉദ്ദേശം ഞാൻ ചോദിച്ചത്. എന്തിനാ പരീക്ഷ വെക്കുന്നത്? സ്കൂളിൽ എന്തിനാ ഫൈനൽ പരീക്ഷ വെക്കുന്നത്? ഫൈനൽ എക്സാം വെക്കുന്നത് എന്തിനാണ്? 2ാം ക്ലാസ്സിൽ ഒരു കൊച്ചിനെ കൊണ്ട് ചേർത്തു. 1ാം ക്ലാസ്സിൽ ചേർത്തു. അത് 1ാം ക്ലാസ്സിൽ പ്ലേ സ്കൂളാണ്. 2ാം ക്ലാസ് വല്ല പരീക്ഷ അല്ലേ? 2010 നിർത്തി 5 പരീക്ഷ എന്തുമായില്ല. 5ാം ക്ലാസ്സിലാക്കണം. ഫൈനൽ എക്സാം വെക്കുന്നുണ്ട്. നമ്മൾ ഫൈനൽ എക്സാമിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതാ നമ്മൾ നമ്മുടെ ഇടയ്ക്കുള്ള ടെസ്റ്റുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഭാഗമുള്ളൂ. എന്തിനാ പരീക്ഷ വെക്കുന്നത്? അടുത്ത ക്ലാസ്സിലോട്ട് ഇവനെ പ്രൊമോട്ട് ചെയ്യണം. അതാണ് ഉദ്ദേശം. അമേൻ. നിങ്ങൾ പറഞ്ഞ ഒരു ഭാഗമൊക്കെ ശരിയാ. പഠിച്ചതെല്ലാം ഓർമ്മയിലുണ്ടോ എന്താ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ അതൊക്കെ ശരിയാ. പക്ഷെ അതിന്റെ അട്ടർമോസ്റ്റ് എന്താ ഉദ്ദേശം എന്താണ്? പ്രമോഷനാണ്. നിങ്ങൾ നല്ലത് മനസ്സിലാക്കണം. ദൈവത്തിന്റെ ശോധനയുടെ ഉദ്ദേശം നിങ്ങളുടെ പ്രമോഷൻ.
ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് നിൽക്കുന്നുണ്ടോ എന്നറിയുവാൻ ദൈവം പരിശോധിക്കും. ആമേൻ. ആ പരീക്ഷയിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു നന്മയോടുകൂടിയ ഒരു പ്രമോഷന് ദൈവം നിങ്ങൾക്ക് തരും. ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ഇവിടെ മനസ്സിലാകുന്നോ? കാരണം ദൈവം നല്ലവരായ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നതും വേദനിക്കുന്നതും ഭാരപ്പെടുന്നതും കാണുന്നതും ഒക്കെ ഒരു പിതാവ് ഇഷ്ടപ്പെടുന്നു. നമ്മളെല്ലാം മാതാപിതാക്കളല്ലേ? നമ്മൾ ആരെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നു? ഒരിക്കലുമില്ല. നമ്മളിങ്ങനെയാണെങ്കിൽ തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു, ഭൂമിയിലിരിക്കുന്ന ദോഷികളായിരിക്കും നിങ്ങളോട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അപ്പം ചോദിച്ച കല്ലിനെ കൊടുക്കുമോ, മീൻ ചോദിച്ച പാമ്പിനും തെളിനും കൊടുക്കുമോ എന്ന് ചോദിച്ചു. അതിൽ പറയുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ നല്ല പിതാവ് നിങ്ങൾ ചോദിച്ചാൽ എത്ര അധികമായിട്ട് നന്മ നിങ്ങൾക്ക് തരും. ഇതെല്ലാം മനസ്സിലാക്കി വെച്ചോണ്ട് വേണം ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കാൻ. അപ്പൊ അങ്ങനെ നല്ലവനായിരിക്കുന്നത് ദൈവം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് ജീവിതകാലം മുഴുവൻ ഈ ഭൂമിയെ കഷ്ടപ്പെട്ട് കിടക്കുന്ന കാണുമ്പോൾ ദൈവം ആകാശത്തിലുണ്ട് ഈ എന്റെ മോനെ വിശുദ്ധിക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടോന്ന് പറഞ്ഞ് കൈ കാട്ടത്തില്ല. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. അവൻ കൊണ്ടുവരുന്ന പരിശോധനയും ദൈവത്തിന്റെ ശോധനയാണെന്ന് മാറ്റി നമ്മെ അതിൽ വീഴ്ച അതിനകത്തൂടെ കഷ്ടപ്പെടുത്തുന്നത് പിശാചിന്റെ വലിയ തന്ത്രമാണ്. അത് യുദ്ധം ചെയ്യേണ്ട ഒരു ഏരിയയാണ്. ദൈവം നമുക്ക് ശോധന തരുന്ന ഈ ഒറ്റ കാര്യത്തെ ദൈവം ചോദിക്കുന്നുണ്ട്, എന്റെ വചനം അവൻ അനുസരിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം, ദൈവവചനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ യഹോവയെ നീ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഇതിനകത്ത് എപ്പോഴും ശോധന വന്നുകൊണ്ടിരിക്കും. ആമേൻ. ഏത് സമയത്തും ശോധന വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ആ ഒരു കാര്യം അതൊരു ദൈവത്തിന് ന്യായപ്രമാണമാണ്. ആ ന്യായപ്രമാണത്തിനകത്ത് ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ കുഞ്ഞ് ഏത് സാഹചര്യത്തിലും എന്നെ സ്നേഹിക്കുന്നു. നമ്മൾ പാട്ടുപാടി പ്രാണപ്രിയ അങ്ങേക്കാൾ വലിയവനില്ല നീ സ്നേഹനിധിയാണെന്ന് പാട്ടുപാടി, അതൊന്നും ദൈവത്തിന്റെ വിഷയമല്ല. സാഹചര്യം വരുമ്പോഴും നീ ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് നിന്റെ ശോധന. ആ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ദൈവം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ശോധന ചെയ്യുന്നു. അതവിടെ ഒന്നുകൂടെ വായിക്കാൻ ശ്രദ്ധിച്ചത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പോയിട്ട് അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും. എന്റെ ദാസനായ മോശത്തെ അന്ന് അത് പറയാൻ കാരണം കൂടെ ഞാൻ പറയാം. ഈ യോശുവയുടെ പുസ്തകമൊക്കെ എഴുതി വർഷങ്ങൾക്ക് ശേഷം അത് എഴുതിയത്. അതിനു മുമ്പൊന്നും ബൈബിളില്ല. പറയുന്നുണ്ടോ? അതിനു മുമ്പ് എഴുതപ്പെട്ട പുസ്തകമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ? എല്ലാം വായ്മൊഴിയാണ്. വായ്മൊഴിയായിട്ട് പറയുന്ന മോശ ന്യായപ്രമാണം പറഞ്ഞു. ആദ്യമായിട്ട് അത് എഴുതപ്പെട്ട പുസ്തകമായിട്ട് മാറുന്നത് സീനായിൽ. അവിടെ വെച്ചാണ് പിന്നെ എഴുതി വെക്കണമെന്നുള്ള ചിന്ത മനുഷ്യർ വരാൻ തുടങ്ങിയത്. സീനായിൽ ദൈവം എന്ത് ചെയ്തു? 10 കൽപ്പനകൾ കല്ലിൽ ടാബ്ലറ്റിൽ എഴുതി കൊടുത്തു. അത് എഴുതി കൊടുത്തതിന് ശേഷമാണ് പിന്നെ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി. അതിനുശേഷമാണ് മോശ പുസ്തകം എഴുതിയത്. മോശ എഴുതി 5 പുസ്തകങ്ങൾ കാത്തു ഇതെല്ലാം എഴുതാൻ കാരണം എന്ന് ചോദിച്ചാൽ അവിടെ മുതലാണ് ഞാൻ കാണുന്നത്, ഓഹോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം, മറന്നു പോകാതിരിക്കാൻ എന്നുള്ള കാര്യം വരാൻ തുടങ്ങിയത് അവിടുന്ന്. സോ അവിടെ പറയുന്നത് അന്ന് മോശ പറഞ്ഞതാണ്, നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം, ഇന്ന കാര്യം ചെയ്ത് അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചത് അവിടെ പോലെ തുടങ്ങിയത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാറുള്ളത് എന്റെ ദാസനായ മോശത്തിനൊക്കെ എഴുതി തന്ന പ്രമാണങ്ങളെല്ലാം പറഞ്ഞിട്ടില്ലേ? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കൽപ്പിച്ചിരിക്കുന്ന ന്യായ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന ന്യായ പ്രമാണങ്ങൾ. ഇതാ ശോധന. എന്താ ശോധന? താഴെ വായിച്ച് അവസാനിക്കുന്ന ഭാഗ ശോധന എന്തുവാ? ദൈവവചനം അനുസരിക്കുന്നതിന് നമ്മൾ എന്തുള്ളവരായിരിക്കണം? ഉറപ്പും ധൈര്യവും ഉള്ളവരായി. ഇതാണ് ശോധന. ഇത് സിമ്പിളായിട്ട് പറഞ്ഞ് അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതോ അതങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണം. സാഹചര്യം എന്തു ആയിക്കോട്ടെ, എന്ത് സാഹചര്യം ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള സാഹചര്യം ആയിക്കോട്ടെ, ദൈവവചനം എന്നോട് പറഞ്ഞിരിക്കുന്നതിന് അതിന് അവിടെ എഴുതിയിട്ടുണ്ട്.
അത് വിട്ട് നീ എന്ത് ചെയ്തേ? വലത്തോട്ടും ഇടത്തോട്ടും മാറിപ്പോയി അല്ലെ? അങ്ങനെ ഒരു ഭാഗം എടുക്കില്ല, വായിച്ചു മനസ്സിലായി കേട്ടോ. ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഏത് വിട്ട് ദൈവത്തിന്റെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ എന്ത് ചെയ്യരുത്? ഇതാണ് ശരി. അത് ദൈവം നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ മകൻ ഞാൻ പറഞ്ഞ ന്യായപ്രമാണം അനുസരിക്കാൻ അവൻ എന്ത് ചെയ്യാണ്? ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുന്നു. ഇപ്പൊ ദൈവം നമുക്കൊരു വാക്തത്വമോ അല്ലെങ്കിൽ ഒരു പ്രമാണമോ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രമാണം അനുസരിക്കുന്നിടത്ത് നമ്മൾ വിശ്വസ്തരായി തീരുന്നാൽ ദൈവം നമ്മളെ പ്രൊമോട്ട് ചെയ്യും. നല്ലൊരു ഉദാഹരണം പരിശുദ്ധാത്മാവിനെ ഓർപ്പെടുന്നു. യോസേഫിന് വലിയൊരു ശോധന വന്നു. യോസേഫിന്റെ ശോധന എന്തുവാ? ഒരു കൽപ്പന ലംഘിക്കേണ്ട സാഹചര്യം വന്നു. ആരാം കൽപ്പന? വ്യഭിചാരം ചെയ്യരുത്. അതായിരുന്നു കൽപ്പന. ഇവൻ എന്ത് ചെയ്തു? ഫറവോന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഫറവോന്റെ ഭാര്യ അവൻ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. അവൻ ആ കൽപ്പനയിൽ വിശ്വസ്തനായി. ഇങ്ങനെ അയച്ചതാണ് ശോധനയാണ്, യോസേഫിന്റെ ശോധന. ആ ശോധന കഴിഞ്ഞപ്പോൾ അവനെ നേരെ വിളിച്ചു ജയിലിൽ. പക്ഷേ ആ ശോധനയിൽ അവൻ വിശ്വസ്തനാണെന്ന് ദൈവം കണ്ടപ്പോൾ ജയിലിൽ നിന്ന് നേരെ പിടിച്ചവനെ കൊട്ടാരത്തിൽ. ആമേൻ, ഹല്ലേലൂയ. ഇതാണ് ശോധനയിൽ വരുന്ന പ്രമോഷൻ. ആമേൻ. ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ ദൈവം ആ ഒരു ഭാഗത്ത് മാത്രം ദൈവം വളരെ ശ്രദ്ധിക്കും. എന്നാ ശ്രദ്ധിക്കും? ഇടത്തോട്ടോ വലത്തോട്ടോ. അവിടെയാണ് നമ്മുടെ വിജയം. ഈ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നതൊക്കെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇതൊരു ഭയങ്കര യുദ്ധമാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര യുദ്ധമാണ്. ഒരു പ്രമാണം അത് പാലിക്കാൻ വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്യം എനിക്ക് ഓർമ്മ വരുന്നത്, പാപത്തോട് നിങ്ങൾ മരണത്യാഗത്തോളം എതിർത്ത് നിൽക്കണമെന്നുള്ള ഒരു വാക്യമുണ്ട്. ആ വാക്യം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം: ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മരണത്തോട് എതിർത്ത് നിൽക്കണം. ഇതാ ശരിക്കുള്ള ശോധന, യുദ്ധം അല്ലെങ്കിൽ ബലാത്കാരം. ഇത് നമ്മൾ എവിടെയെല്ലാം ചെയ്യുന്നോ അവിടെയെല്ലാം ഒരു പ്രൊമോഷൻ ദൈവം നമുക്ക് വെച്ചു. ദാനിയേലിന്റെ കാര്യം എടുത്തു നോക്കിയേ. രാജസന്നിധിയിൽ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് രാജാക്കന്മാർക്ക് കിട്ടുന്ന ഫുഡാണ്. രാജാവ് കുടിക്കുന്ന ഏറ്റവും ഉയർന്ന തരത്തിലുള്ള വീഞ്ഞം. ആ വീഞ്ഞും ആ ഫുഡും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ളവരായി, നല്ല ആരോഗ്യമുള്ളവരെ, ബുദ്ധിയുള്ളവരായിട്ട് മാറും. രാജാവിന് അങ്ങനെയുള്ളവരെ ആവശ്യം. അതുകൊണ്ടാണ് കുലീനന്മാരായിരിക്കുന്ന ഇസ്രായേൽ ജനങ്ങളുടെ പുത്രന്മാരിൽ നിന്ന് ചിലരെ എടുത്തത്. ആ കൂടുതലുള്ളവരാ ദാനിയേലും ശദ്രക്ക് മേശക്കും അബേദ്നെഗോവും ഒക്കെ. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. രാജാവ് തിന്നുന്നതല്ല എച്ചില. എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാമോ? രാജാവിന്റെ വീട്ടിൽ എന്നാ ഉണ്ടാക്കിയാലും ആദ്യം കൊണ്ടുവന്ന് അവന്റെ ദൈവത്തിനാണ് പടയ്ക്കും, വിഗ്രഹത്തിനോട് പടയ്ക്കും. ആ പടച്ചതാണ് അവൻ എടുത്ത് കൊണ്ടുവന്നത്. അതിനുശേഷമേ രാജാവ് തിന്നത്തുള്ളൂ. അതാണ് എച്ചില. വിഗ്രഹം തിന്നതിന്റെ എച്ചില ഇത് തിന്നുന്നത്. ഇത് വചനമല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനമല്ല പറഞ്ഞിരിക്കുന്നത്. നീ ഭൂമിയിലുള്ള കരയിലോ അല്ലെങ്കിൽ സമുദ്രത്തിലോ ആകാശത്തിലോ ഉള്ളതിന്റെ ഒന്നിന്റെയും രൂപം ഉണ്ടാക്കുകയോ അതിനെ ആരാധിക്കുകയോ ചെയ്യരുത്. വിഗ്രഹങ്ങൾക്ക് പടച്ചിരിക്കുന്നതൊന്നും നീ തിന്നരുത്. കാര്യം എന്നാ പറഞ്ഞേ? പൊന്ന് സാറേ, ഞങ്ങൾക്കിത് വേണ്ട. 10 ദിവസം ഞങ്ങൾ പരീക്ഷിച്ചു. അത് ലോകപ്രകാശമായിട്ടുള്ള പരീക്ഷയാണ് വരുന്നത്. നീ സാധാരണ കഞ്ഞിയും പാലും ഞങ്ങൾ തന്നാവും. 10 ദിവസം ഒന്ന് നോക്കണം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് മറ്റുള്ള കാര്യം നമുക്ക് ആലോചിക്കാം. ആ 10 ദിവസം അവർ ന്യായപ്രമാണത്തിൽ നിന്നു. ദാനിയേലും 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ രാജാവിന്റെ ഇവരുടെ ഗ്രഹവിചാരകനായിരുന്ന ഷണ്ണൻ നോക്കിക്കഴിഞ്ഞപ്പോൾ രാജാവിന്റെ ഭോജനം കഴിക്കുന്ന യൗവനക്കാരെക്കാളും ദാനിയേലും അവന്റെ കൂട്ടുകാരുടെയും മുഖഭംഗി വർദ്ധിച്ചു, ആരോഗ്യം വർദ്ധിച്ചു. ഇത് ഞാനൊരു കാര്യം പറയാം, വലിയൊരു ദൂത് പറയാം. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ നിന്നോണ്ട് പച്ചവെള്ളം കുടിച്ചാൽ അത് ആരോഗ്യമായിട്ട് മാറും.
ആലോചിച്ച് നോക്കിയ ഏലിയാവ് 40 ദിവസം ഒരു യാത്ര ഉണ്ടായിരുന്നു. ഏലിയാവ് എന്തോ ചെയ്ത ഏലിയാവ് 2 നേരത്തെ ഫുഡാണ്. 2 നേരത്തെ പിരി പൊറോട്ടയും വെള്ളവും. ഇപ്പോഴത്തെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ കാക്ക രാവിലെ കൊണ്ടുവന്ന് ഇറച്ചിയും അപ്പവും കൂടെ മിക്സ് ചെയ്ത് ഒരു കെട്ട് കൊടുക്കും. അത് ഒരു പ്രാവശ്യം പുള്ളി കഴിച്ചു, വെള്ളം കുടിച്ചിട്ട് പിന്നെയും കയറി കിടന്നുറങ്ങി. പിന്നെയും ദൂരം കൊണ്ട് തട്ടി കനലിൽ ചുട്ട് അടയും ഇറച്ചിയും എന്ത് ചെയ്തു, പിന്നെയും കൊടുത്തു. കിഴി പൊറോട്ട പിന്നെ ഒരു വെള്ളം കുടിക്കണം. 2 പ്രാവശ്യമേ കഴിച്ചുള്ളൂ. വചനം പറയുന്നത് 40 രാവും 40 പകലും അവൻ നടന്നു. അപ്പൊ ദൈവത്തിന്റെ വചനത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ കയ്യിൽ അല്പമേ ഉള്ളെങ്കിലും അതിൽ നമ്മൾ വിശ്വസ്തരായിട്ട് നിന്നാൽ ആ അല്പത്തിൽ വലിയൊരു പ്രൊമോഷൻ ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒറ്റ കാര്യത്തിൽ മാത്രമേ ദൈവത്തിന്റെ ജനത്തെ ശോധിക്കപ്പെടും. പരീക്ഷിക്കുന്നത് പറയാൻ പാടില്ല. ദൈവത്തിന്റെ ശോധനയുടെ എല്ലാ സമയത്തെയും ഉദ്ദേശം നിങ്ങളുടെ പ്രൊമോഷൻ. 2 പരീക്ഷ 3 പരീക്ഷ 4 പരീക്ഷ 5. കാരണം ദൈവം ആഗ്രഹിക്കുന്ന ദൈവ പൈതൽ അവൻ എന്ത് ചെയ്യണം? അനുദിനം അഭിവൃദ്ധി പ്രാപിച്ചു വളരണം. ഒന്നുകൂടെ വായിച്ചാട്ടെ ഭാഗം തന്നെ തുടക്കം പോയി വായിച്ചാട്ടെ 7 വായിച്ചു. അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ആ വാക്കുകളൊക്കെ അങ്ങനെ ചിലയിടങ്ങളിൽ നമ്മൾ പറയേണ്ട രീതിയിൽ പറഞ്ഞു പോയി. നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ഭയങ്കര ഉറപ്പാണ് അതിന്. ദൈവവചനം നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും വലിയ പാടുള്ള കാര്യം എന്താണെന്നറിയാമോ? ന്യായപ്രമാണം ലംഘിക്കാതിരിക്കുന്ന ഏറ്റവും പാടുള്ള കാര്യം. അറിയാത്ത ഒരു സാഹചര്യത്തിൽ കള്ളം പറയാൻ നമുക്ക് ഒരു സാഹചര്യം ഉണ്ടാകും. അറിയാത്ത ഒരു സാഹചര്യത്തിൽ കത്താൻ സാഹചര്യം ഉണ്ടാകും. അറിയാത്ത ഒരു സാഹചര്യത്തിൽ സഹോദരനെ കൊല ചെയ്യാന്ന് പറഞ്ഞാൽ കുത്തിക്കൊള്ളണമെന്നല്ല അതിൻ്റെ അർത്ഥം. സഹോദരനെ താഴ്ത്തി കെട്ടാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ശോധന കിടക്കുന്നത്. അതിനകത്ത് അതെന്താണെന്ന് മനസ്സിലാക്കി ഇത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ശോധനയാണെന്ന് മനസ്സിലാക്കി അതിനകത്ത് നമ്മൾ എന്താ പറയുന്നത്, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? മന്ദതയുള്ളവരാകാതിരിക്കണം. പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചെടുക്കണമെങ്കിൽ 2 കാര്യം നമുക്കുണ്ടായിരിക്കണം. ഒന്നെന്നുണ്ടായിരിക്കണം, മന്ദതയുള്ളവരാകരുത് എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു പോകരുത്. അടുത്ത് നമ്മൾ എന്ത് ചെയ്തത് വാക്യം ഒന്നും വായിച്ചാൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ 38 ഒന്നെങ്കിൽ 35 38 എബ്രായർ 10:38 10:38 ആണ്. മുപ്പത്തഞ്ച് വായിച്ചാണ്. മതി. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ എന്ത് ചെയ്തത് വിട്ടു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പാലിക്കുന്നതിൽ നമ്മൾ ധൈര്യം കാണിച്ചാൽ അതിനെന്താ എഴുതിയിരിക്കുന്നത്? പ്രതിഫലമല്ല, മഹാപ്രതിഫലം. അതെ, അത് പ്രാപിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്നാണ്? സഹിഷ്ണുതയുള്ളവരായിരിക്കണം. 38 38 വായിക്കണം. അവിടെ ഒരു വാക്കുകളുണ്ട്. സോറി 6-ാം അധ്യായത്തിൽ 12 വായിച്ചാണ്.
മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും അല്ല, ഈ ലോകപരമായിരിക്കുന്ന യുദ്ധത്തിനും ആത്മീയ യുദ്ധത്തിനും നേരെ തിരിഞ്ഞാണ് അതിന്റെ സ്വഭാവം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആത്മീയ യുദ്ധത്തിന്റെ സ്വഭാവവും ഭൗതികപരമായിരിക്കുന്ന യുദ്ധത്തിന്റെ സ്വഭാവത്തിന്റെ വ്യത്യാസം. ഭൗതിക യുദ്ധത്തിന്റെ സ്വഭാവം എന്താണെന്നറിയാമോ? അങ്ങോട്ട് കയറി അടിച്ചോണം, നിന്ന് പോയാൽ ആകും പറ്റും. പക്ഷെ ആത്മീയ യുദ്ധത്തിനുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? ദീർഘക്ഷമയോടെ കാത്തിരിക്കും. നേരെ എതിരാണ്. ആത്മീയവും ഭൗതികവുമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ എല്ലാ കാറ്റഗറിയിലും എടുത്ത് നോക്കിയാലും നേരെ എതിരായിരിക്കും. ഒന്ന്, മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താൽ ദീർഘക്ഷമയാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരുടെ അനുകാരികളായി നിങ്ങൾ മാറും. ആമേൻ. അപ്പൊ യോശുവയോട് ദൈവം പറയുകയാണ്, നീ പോകുന്നിടത്തൊക്കെയും കൃതാർത്ഥനായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീ യുദ്ധത്തിനകത്ത് ജയിക്കണം. നീ ഈ ശോധനയ്ക്കകത്ത് ജയിക്കണം. ഇതാ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നതായ ശോധന. പക്ഷെ പിശാച് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്ന പരീക്ഷകൾ കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ മോഹത്തിലാണ് പരീക്ഷ വീഴുന്നത്. അതിനകത്ത് എഴുതിയില്ല, യാക്കോബിലെ തന്നെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ മോഹിക്കപ്പെട്ട്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ട്, നിങ്ങൾ ആകർഷിക്കപ്പെട്ട് നിങ്ങളായിട്ട് പോയി ചെയ്യുക, പരീക്ഷയിൽ വീഴുക. ആ പരീക്ഷയിൽ എന്ത് ചെയ്യുന്നറിയാവോ? ദുഃഖം മാത്രമേ ഉണ്ടായിരിക്കൂ. അത് നമ്മളിങ്ങനെ ഇട്ട് രോഗം, ദാരിദ്ര്യം അല്ലെങ്കിൽ ശാപം ഇതിനകത്ത് തന്നെ ഇട്ട് പിശാച് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് പിശാച് ഒരു കാരണം കൊണ്ടുവരും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിശുദ്ധി പ്രാപിക്കുന്നത്. ഇത് ദൈവഹിതമാണ്. എന്തുവാ? ദാരിദ്ര്യം എന്താണ്? ദൈവഹിതമാണ്. രോഗം എന്താണ്? ദൈവഹിതമാണ്. കഴിഞ്ഞ ആഴ്ച ആരാധനയെല്ലാം കഴിഞ്ഞ് പോയപ്പോൾ ഞങ്ങൾ ശിശുവോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ആ സഭയിൽ അവർ സഭയിലാണ് പോകുന്നത്. ആ സഭയിൽ അവരെ പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: രോഗം ദൈവത്തിന്റെ ഹിതം. അതുകൊണ്ട് ആ രോഗം പോകാൻ പ്രാർത്ഥിക്കരുത്. നമ്മൾ ആ രോഗം അനുഭവിച്ച് ജീവിക്കണം. ഇപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ പാസ്റ്ററോട് അല്ലെങ്കിൽ ഇനി അങ്ങനെ ആരെങ്കിലും വന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു കാര്യം ചോദിക്കണം. രോഗം ദൈവത്തിന്റെ ഹിതമാണല്ലോ, അത് സമ്മതിക്കണം. ആദ്യം അവരോട് പറയാൻ വേണം, ദൈവഹിതമാണ്, സമ്മതിക്കണം. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് എന്താ ചെയ്തത്? നിങ്ങൾ പറഞ്ഞ അതെ. ആദ്യം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, അത് മനസ്സിൽ വെച്ചുകൊണ്ടേ പറയാം. രോഗം, ഓക്കെ, കുറച്ചുകൂടി തെളിവായിട്ട്, രോഗം പിതാവായ ദൈവത്തിന്റെ ഹിതമാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചിങ് ആണ്. രോഗം പിതാവായ ദൈവത്തിന്റെ ഹിതം. പുത്രനായ ദൈവം ഈ ഭൂമിയിൽ വന്നു. പുത്രനായ ദൈവം ഈ ഭൂമിയിൽ വന്ന് പുള്ളി എന്താ ചെയ്തത്? അതായത് 3 കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തു. അതായത് ശുശ്രൂഷ ഉടനീളം യേശു ചെയ്ത 3 കാര്യങ്ങൾ. ഒന്ന്, ശാപബന്ധനം അഴിച്ചു. 38 വർഷമായിട്ട് ശാപത്തിൽ കിടന്നവരെ അഴിച്ചപ്പോൾ രോഗബന്ധനമാണ്, അല്ലെ? അതുപോലെ ദാരിദ്ര്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ എല്ലാവരെയും ദൈവം ചെയ്തു സമ്പന്നരാണ് യേശു. പിന്നെ രോഗത്തെ സൗഖ്യമാണ്. രോഗം ദൈവത്തിന്റെ ദാനമാണ്, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ പുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ പുത്രൻ പിതാവായ ദൈവത്തിനെതിരായിട്ടല്ലേ പ്രവർത്തിച്ചത്? ഒന്ന് ചിന്തിച്ചോ, സാമാന്യ ബുദ്ധിയോട് ചിന്തിച്ചോ. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു ഇതല്ല, ദാരിദ്ര്യം, ദുഃഖം, ഭാരമല്ല. പുത്രനായ ദൈവത്തെ ഭൂമിയിലേക്ക് അയച്ചു. പുള്ളി ഇവിടെ വന്ന് ചെയ്തതെന്തുവാ? അവര് പറയുന്നത്, വേദപുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, അവര് പറയുന്ന പിതാവായ ദൈവത്തിന്റെ ഹിതത്തിന് എതിരായിട്ടായി പുത്രനായ ദൈവം പ്രവർത്തിച്ചു. ആമേൻ. ഇത് പിശാചിന്റെ വലിയ തന്ത്രം. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് പിശാചിന്റെ ശക്തിയെ അഴിപ്പാനല്ലോ ദൈവപുത്രൻ
പ്രത്യക്ഷനായത്. അങ്ങനെ യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനല്ലോ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. എന്താ പിശാചിന്റെ പ്രവൃത്തി? യേശു പറയുന്നുണ്ട്, ൂനായിട്ട് 12 വർഷമായിട്ട് സാത്താൻ കെട്ടിവെച്ചിരുന്ന ഇവളെ യേശു അങ്ങനെ പറയുന്നത് അഴിച്ചു വിടേണ്ടതല്ലേ? 38 വർഷമായിട്ട് പാരലൈസ്ഡ് ആയിട്ട് കിടന്ന് പിശാച് കെട്ടിവെച്ചിരുന്ന ആ കുളക്കരയിൽ കിടന്ന സലോമോന്റെ മണ്ഡപത്തിനടുത്ത് കിടന്ന ആ രോഗിയെ സൗഖ്യമാക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ബന്ധനമാണ്. കുരുടനും ഊമയുമായിരിക്കുന്ന ജനിച്ചപ്പോൾ മുതൽ കൊച്ചിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ പ്രവൃത്തിയാണ്. അതിനെ അഴിപ്പാനാണ് ദൈവപുത്രൻ വന്നത്. അപ്പൊ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവീയ വചനങ്ങളുടെ ശോധനയിൽ നമ്മൾ എന്ത് ചെയ്യണം? ജയിക്കണം. അതിനാ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ സ്വർഗരാജ്യത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ബലാത്കാരം ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിനകത്ത് നിൽക്കാൻ വേണ്ടി ചിലരെ ദൈവം എന്ത് ചെയ്തിരിക്കുക? ഒരുക്കി അവരെ കൊണ്ടുവന്ന് അവരതിനകത്ത് നിലനിന്ന് ബലാത്കാരം ചെയ്ത് ആ വചനത്തിന്റെ ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ അവിടെ നിന്ന് ജയിച്ച് അനുഗ്രഹം പ്രാപിക്കും. അതിനകത്ത് ബലാത്കാരം ചെയ്യുന്നവർ ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ ഇരിക്കുന്നവരെ പോകുന്നിടത്തൊക്കെ ശുഭമായിരിക്കുന്നു. അല്ലാത്തൊരു ശുഭമായിട്ടിരിക്കാൻ ഒക്കത്തില്ല. ഇതാ ശോധന. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ വചനങ്ങൾ ആദ്യം ഗ്രഹിക്കണം. ഞാൻ എന്താ പറയുന്നത്? ഞാൻ അതൊന്നും ഒരു പ്രാവശ്യം വായിച്ചു നമുക്ക് അവസാനിപ്പിച്ചു. ആ യോശുവയുടെ പുസ്തകത്തിന് വീണ്ടും ഒന്നുകൂടെ വായിച്ചാൽ ഒന്നിന്റെ നല്ല ശ്രദ്ധിക്കണം. ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. എന്നാൽ നീ ചെയ്യുന്നിടത്തൊക്കെ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും. അത് വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും നീ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് കേട്ടോ, നീ രാവും പകലും അത് ധ്യാനിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പന എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ പൂർണ്ണ ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ആദ്യം എന്താണ് കർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വരെയുള്ള അറിവ്. അതില്ലാതെ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ അടുത്ത് വിശ്വാസം ഒന്ന് ശോധന ചെയ്തു. ഈ കല്ലപ്പമാണ്, നല്ല വിശപ്പുള്ള സമയം 40 ദിവസം ഫാസ്റ്റിംഗ് നിൽക്കുക. ആർക്കാണെങ്കിലും വിശപ്പാണ്. നല്ല അപ്പാകാൻ പറഞ്ഞു. അപ്പൊ അത് ശോധനയാണോ പരീക്ഷയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവം യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. യേശു എന്ത് ചെയ്തു? പിശാചിന്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വചനം കൊണ്ട് അവനെ ചോദിച്ചു. അപ്പൊ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യം നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, വായിച്ചെടുത്തായിട്ട് വായിച്ചു. എന്നാൽ നിന്റെ പ്രവൃത്തി മതി. ഞാൻ എടുത്ത് വായിക്കുന്നത് നമ്മുടെ സമയം കഴിഞ്ഞു. ഞാനൊരു ഭാഗം എന്നോട് ചേർത്ത് പറഞ്ഞ് അവസാനിക്കും. ബൈബിളെല്ലാം ചോദിച്ചു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് വളരെ ഇതേ സെയിം സാധനം വളരെ ലളിതവൽക്കരിച്ച് പറയുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകും. ആമേൻ. എന്റെ പിതാവ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഫലം കായ്ക്കാത്തതിനെയൊക്കെയും വെട്ടിക്കളയും. പക്ഷെ ഫലം കായ്ക്കുന്നതിന് എന്ത് ചെയ്യും? ശോധന. എന്തിനാ ശോധന ചെയ്യുന്നത്? അധികം ഫലം കായ്ക്കണം. നിങ്ങൾ അധികം അനുഗ്രഹിക്കപ്പെടണം. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വം. ദൈവത്തിന്റെ ആഗ്രഹം നമ്മളെ കുറിച്ച് എന്താ? നാം അധികം ഫലം കായ്ക്കണം. അത് ഏതെല്ലാം മണ്ഡലങ്ങളിൽ അധികം ഫലം കായ്ക്കണം? 3 മണ്ഡലങ്ങളിൽ നമ്മൾ അധികം ഫലം കായ്ക്കണം. ഒന്ന് ആത്മീയം, അതിൽ നമ്മൾ അധികം ഫലം കായ്ക്കണം.
ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് കൂടണം, ദൈവനെ വായിക്കാൻ നമ്മൾ തയ്യാറാകണം, ആരാധനയ്ക്ക് പോകണം, ദൈവിക കാര്യങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. രണ്ടാമത്, ഭൗതികപരമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നമ്മൾ അനുഭവിക്കണം. ദൈവമല്ല, പക്ഷെ എന്നും കടവും ദാരിദ്ര്യവും. ആലോചിച്ച് കഴിക്കും. നമുക്ക് ആരോട് സുവിശേഷം പറയാനോ? ആദ്യം ആലോചിക്കും. ഒരാളോട് സുവിശേഷം പറയണമെങ്കിൽ നമുക്ക് കടവാണെങ്കിൽ നമ്മൾ എങ്ങനെ ഒരാളോട് സുവിശേഷം പറയും? കർത്താവിനെ വിടുവിക്കും, രോഗത്തിന് സൗഖ്യമാകും എന്ന് പറഞ്ഞിട്ട് 15 പ്രാവശ്യം TV വന്നവരോട് ചുമച്ചാൽ ഈ കേൾക്കുന്നവൻ എന്നെ വിചാരിക്കും? നമ്മുടെ കയ്യും കാലും ഒക്കെ ഒന്ന് വൃത്തിയായി, കാണാൻ ഇച്ചിരി ഭംഗിയൊക്കെ ആയിട്ട് വൃത്തിയായിട്ട് ഒരു വീട്ടിൽ ചെന്ന് കയറി സുവിശേഷം പറഞ്ഞാൽ കേൾക്കുന്നവർ വിചാരിക്കാം ഇവരെ കാണാൻ സംതിങ് അല്ലേ? ഇത് ഒന്നുമില്ല, ദാരിദ്ര്യവാസിയെക്കാളും ദാരിദ്ര്യവാസിയായിട്ട് വീട്ടിൽ കയറി ചെന്ന് സുവിശേഷം പറയും. ഇംഗ്ലീഷിലൊരു പഠനമുണ്ട്, ഫസ്റ്റ് അപ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് അപ്പീരിയൻസ്. അങ്ങനെയാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അങ്ങനെ പറയാം അല്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. സുവിശേഷം പറയാൻ പോവുക, ബൈബിളൊക്കെ എടുത്ത് അക്ഷരത്തിൽ വെച്ച് നാറുന്ന ഷർട്ട് വേർത്ത് ഒലിച്ച് ശരീരം മുഴുവൻ വേർത്ത് ദൂരെ നിന്ന് മുഴുവൻ അക്ഷരത്തിന്റെ നാട്ട കഴിയും. അത് ആ അക്ഷരത്തിനകത്ത് ബൈബിൾ എഴുതി ഇതുമായിട്ട് ചെന്ന് മോഹമൊക്കെ കണ്ടു കഴിഞ്ഞാൽ 10-20 ദിവസം ഒരു വകയും കഴിക്കാം. ആ ദാരിദ്ര്യത്തിലായിരിക്കുന്ന ദൈവ പൈതല് സമ്പന്നനായിരിക്കുന്ന ദൈവത്തെ കുറിച്ച് പോയി സുവിശേഷം പറയും. ഇത് പിശാചിന്റെ തന്ത്രമാണ്. പിശാചിന്റെ വലിയ തന്ത്രമായി. ഇത് കേട്ടിട്ട് ഒരു പക്ഷെ അവൻ യേശുവിനെ അറിഞ്ഞു വന്നു വിചാരിച്ചു, ദൈവകൃപയാണ്. അവൻ ആ ദാരിദ്ര്യത്തിൽ തന്നെ നിൽക്കും. അതാ പറയുന്നത്, ഇത് ആദ്യം മനസ്സിലാക്കണം. ദൈവത്തിന്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു തെളിവ് വേണം. ഒന്നുമല്ല കാര്യം, തെളിവ്. ദൈവവചനം എന്താ പറയുന്നത്? ദൈവമക്കളെ കുറിച്ച്, ദൈവത്തെ കുറിച്ച്, ദൈവത്തെ അന്വേഷിക്കുന്നവരെ കുറിച്ച് ദൈവം പറയുന്നത്. നീതിമാന സന്തതി അപ്പത്തിന് ഇരട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല, വേദോസം പറയും. നീതിമാനാണെന്ന് പറഞ്ഞ് ദൈവമക്കളാണെന്ന് പറഞ്ഞ് കിടക്കുന്നവരുടെ വീട്ടിൽ എന്തില്ല? സാപ്പാടിന് വഴി. അത് ദൈവഗീതമാണ്, ദൈവം വചനം പറഞ്ഞിരിക്കുന്നതാണ്. അല്ല, ഇത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കാൻ പഠിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ വചനം നിങ്ങളിലും. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലാകുമ്പോൾ നമ്മൾ കർത്താവിലാണ്. അന്നേരം നമുക്കറിയാം നമുക്ക് എന്ത് കിട്ടും, ദൈവം നമുക്ക് എന്താ തന്നിരിക്കുന്നത്, ദൈവത്തിന് എത്രത്തോളം നമുക്ക് തരാൻ കഴിയും. ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കിയിട്ട് ഒരു പൈസ കയ്യിലില്ലാത്ത ഒരുത്തനോട് പോയിടാ എനിക്കൊരു 10 രൂപ തടാന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെ തരും? പക്ഷെ 100 രൂപയെങ്കിലും പോക്കറ്റിലുള്ള ഒരുത്തനോട് പോയി 10 രൂപ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും എന്ന് പറഞ്ഞതുപോലെയാ സമ്പന്നനായത്. എന്തോ സമ്പന്നത ദൈവത്തിനുള്ളത് ഇതറിയാതെ കർത്താവെ തരണേ തരണേ, അനുഗ്രഹിക്കണേ എന്നെ അനുഗ്രഹിക്കണേ കർത്താവെ. കർത്താവ് ഞാൻ എന്നായിരുന്നു അനുഗ്രഹിക്കുന്നത്? നിനക്ക് എന്നെ അനുഗ്രഹം വേണ്ടിയത്? നിനക്ക് വേണ്ടി അനുഗ്രഹം എന്താന്ന് പറ. അതറിയാം. അപ്പൊ ആദ്യം ദൈവത്തിന് എന്താണ് ഉള്ളതെന്നുള്ളതിനെ കുറിച്ചുള്ള തെളിവ് നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ വചനം നിങ്ങളിലും. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന്റെ കയ്യിൽ എന്നാ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണ ബോധം എനിക്കുണ്ടാകും. ആരെയില്ല അന്നേരം എനിക്ക് ധൈര്യമായിട്ട് എന്റെ അപ്പനോട് ചോദിക്കാം, അപ്പ എനിക്കിത് ആവശ്യം. ആരെയില്ല വചനം പറയുന്നു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞാൻ തരാം. അപ്പൊ നമ്മൾ അതിന്റെ അർത്ഥം എന്താ ചോദിക്കുക? വചനത്തിനനുസരിച്ച് നമ്മൾ ചോദിക്കണം എന്നതിന്റെ അപ്പന്റെ കയ്യിലുള്ളതിനനുസരിച്ച് നമ്മൾ അവനോട് ചോദിക്കും. ഇല്ലാത്തത് നമ്മൾ ചോദിക്കുന്നില്ല. ഇതിപ്പോ ഇല്ലാത്തതാണോ ഉള്ളതാണോ, ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല, അത് ചോദ്യമോട് ചോദിക്കും.
യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ദൈവരാജ്യത്തെ നിരോധിക്കാം, ബലാത്കാരം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിന്നു, ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ നിന്ന ആ ശോധനയിൽ നിങ്ങൾ ജയിച്ച ഒത്തിരി ഉദാഹരണങ്ങൾ. യോസേഫ്, ദാവീദ്, ദാനിയേൽ, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ, അബ്രഹാം, എല്ലാവരും ഈ വചനത്തിന് അനുസരിച്ച് നിന്നവർ. ഇവരാരും ഞാൻ പറയട്ടെ, അബ്രഹാം കോടീശ്വരൻ, ഇസഹാക്ക് കോടീശ്വരൻ, യാക്കോബ് കോടീശ്വരൻ. വചനം പറയുന്ന അവർക്കുണ്ടായിരുന്ന ആടുമാടുകളും വെള്ളിയും പൊന്നും കണ്ടിട്ട് അയൽവക്കത്തുള്ളവർ എന്നുണ്ടായി അസൂയ. ഇയ്യോ, ദാവീദ്, ശാലോമോൻ, ഇതിലാരാ ദരിദ്രൻ? ഏതെങ്കിലും ഒരു പഴയ നിയമത്തിലെ ബന്ധുക്കോസുകാരൻ ദരിദ്രനായിരുന്നു? ഒരു വാക്യത്തെ വായിച്ച് അവസാനിച്ചത് അത്രയും പറഞ്ഞത് പറയാതിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ വാക്യം എടുത്ത് വായിച്ചാണ്, 13-ാം അധ്യായം മാത്രം എടുത്ത് വായിച്ച അവസാനം. ഞാനത് എടുക്കണമെന്ന് വിചാരിച്ചില്ല, ഇതിൽ പറഞ്ഞുകൊള്ളൂ. നിങ്ങളതെല്ലാം നടുവേൽ വെച്ച് ഓർമ്മയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാം അതിന് വേണ്ടി. 13-ന്റെ 1 വരെ വായിച്ചു. അതൊന്ന് ഇരുത്തി നിർത്തി അണ്ടർലൈൻ ചെയ്തൊന്ന് വായിക്കുന്നത് ആ വാക്യം. കന്നുകാലി, വെള്ളി, പൊന്ന്. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. 12-ാമത്തെ അധ്യായത്തില് ദൈവം വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നതാണ്. 13-ാമത്തെ അധ്യായം ആയപ്പോഴത്തേക്കിന് അബ്രഹാം ആരായി? ബഹുസമ്പന്നനായി. പിന്നെ അങ്ങോട്ടുള്ള ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സകല ജാതികൾക്കും രാജാക്കന്മാർക്കും അബ്രഹാം ഒരു പേടി സ്വപ്നമായിട്ട്. കാരണം രാജാവിനേക്കാളും മഹത്വം അബ്രഹാമിന്. ദൈവത്തെ അറിയുന്നവന് എല്ലാ, അതുകൊണ്ട് പറയുന്നത് ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ഒരു നന്മയും ചെയ്തില്ല. നമ്മളിത് യഥാർത്ഥമായി വചനത്തെ ഇതുപോലെ മനസ്സിലാക്കി അത് പ്രാപിച്ചെടുക്കണം. ചുമ്മാ അവിടെ വിശ്വാസത്തിന് എല്ലാം തിരിക്കുക. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിന് എല്ലാ ദൈവങ്ങളും ഒരുപോലെ. ദാനിയേലും ഒരുപോലെ, ഞാനും ഒരുപോലെ. ദാനിയേൽ എത്രത്തോളം പ്രിയനാണോ, എൻ്റെ വീട്ടിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. ഇതിലാരായിരിക്കും പ്രിയൻ? അമ്മാമ്മയ്ക്ക് എത്ര? 3 പിള്ളേരുണ്ട്. അമ്മാമ്മയ്ക്ക് ഏറ്റവും പ്രിയരായ ദിവ്യ മോനാണ്, ആങ്കൊച്ചായതുകൊണ്ട്. പിന്നെ ഇളയ മോള്. ശരിക്കുള്ള അപ്പനും അമ്മയ്ക്കും ആ വീട്ടിൽ വലിയവനാണേലും ചെറിയവനാണേലും ആദ്യം ജനിച്ചവനാണേലും രണ്ടാമത് ജനിച്ചവനും എല്ലാ പിള്ളേരും ഒരുപോലെ. ആമേൻ. ദൈവത്തിനും അതുപോലെ തന്നെ. ദാനിയേലും പ്രിയന, ഞാനും പ്രിയന, നിങ്ങളും പ്രിയന. ഹല്ലേലൂയ. നമുക്ക് തരാൻ വേണ്ടി, നമ്മുടെ സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയാ തന്റെ ഏകജാതനായ പുത്രനെ ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് വചനം പറയുന്നത് അവരോടുകൂടെ സകലവും, ശകലമല്ല സകലവും നമുക്ക് നൽകാൻ. നമ്മൾ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ പിശാച് നമ്മളെ കിട്ടും. അതിനകത്ത് വചനത്തിന്റെ തെളിവ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിനകത്ത് പിശാച് കെട്ടി നമ്മുടെ ദരിദ്രവാദം. അത് പിശാച് വലിയതല്ല. അനേകം വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന തന്ത്രമായി ഇത് മനസ്സിലാക്കാത്ത അനേക സഭകൾ അതിനകത്ത് കെട്ടിക്കിടക്കുക. അനേക ദൈവം മാത്രം അതിനകത്ത് കെട്ടിക്കിടക്കുക. അതുകൊണ്ട് എന്ത് കഴിയില്ല, ആത്മീയ സന്തോഷമില്ല സഭകൾ. ജനം നെടുകപ്പെടുക. പരിശുദ്ധാത്മാവ് ഒട്ടിയിരിക്കുക. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പാടില്ല. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായ ഈ മധ്യാഹ്ന സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. പകലിലും അങ്ങേ പാടുവാൻ, ആരാധിക്കാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെയും വലുവനായ ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം. അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. കർത്താവെ, കടന്നു പ്രിയ മാതാവിനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നു.
അച്ഛൻ ഭവനത്തിലായിരിക്കുന്നല്ലോ, തനിക്ക് ശാരീരികമായി കർത്താവെ ഭാരപ്പെടുന്നു, ചുമയാൽ ഭാരപ്പെടുന്നു കേൾക്കുവാനിടയായി കർത്താവായ യേശുവിന്റെ നാമത്തിൽ സഭയായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മകന്റെ ശരീരത്തിലായിരിക്കുന്ന എല്ലാ ബലഹീനതകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ് നിങ്ങൾ എവിടെയെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ തിരുവനന്തപുരം ഭൂമിയിൽ വെച്ച് നിങ്ങൾ ഐക്യമത്യപ്പെട്ട് രണ്ടുപേർ എന്റെ നാമത്തിൽ എന്തും ചോദിച്ചാലും തരാമെന്ന് ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ എന്റെ മകന്റെ ശരീരത്തിലായിരിക്കുന്ന എല്ലാ ബലഹീനതകളും കൂടാതിരിക്കുന്ന ചുമ, അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. പരിപൂർണമായിരിക്കുന്ന സൗഖ്യത്തെ അമ്മാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളില് ആവേശത്തിന് തോളിൽ ഭാരമുണ്ടായിരുന്നു, പ്രയാസം ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. ദൈവമായിട്ട് ബലപ്പെടുത്തി അതിന്റെ അർഹമായ പ്രയാസം ഇപ്പോഴും അതിന് പൂർണ്ണമായ കൂടുതൽ യേശുവിന്റെ നാമത്തിൽ അഭിഷേകം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള നയിക്കുമാറാണ് വളരെ പ്രാവേശം ഭാരതെങ്കിലും ദൈവസ്നേഹം കടന്നു വന്നു. ദൈവം കേട്ട് കിട്ടായി ഒരു വലിയ വിടുതൽ അവർക്ക് ഐക്യമാറാണ് പ്രാർത്ഥിക്കുന്നു. അരിശയ്ക്കായി കുടുംബത്തിനായി സ്തോത്രം, ഡ്യൂട്ടിക്കായി കടന്നു പോയിരിക്കുന്നു. നിങ്ങൾ ഭവനത്തിലായിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെയും കുഞ്ഞുങ്ങളെ എല്ലാ കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധനയും കുടുംബത്തെയും കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ കഴിഞ്ഞില്ല. അടുത്ത ആഴ്ചയിൽ കർത്താവ് ഞങ്ങളെ പുതിയ കുടുംബങ്ങളെ ഇവരോടുകൂടെ കർത്താവ് ഏറെ പ്രതീക്ഷിക്കുന്നു. ദൈവമായ കൂട്ടി വരുത്തുമാറാകണം. ദൈവവചനത്തെ പഠിപ്പാൻ കർത്താവ് ചില ജീവിതങ്ങൾ കർത്താവ് സഭയിൽ കടന്നു വരുവാൻ ദൈവമായ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകുന്ന ദൈവപ്രകാരം സത്യം അറിയുകയും സ്വതന്ത്രരാകുകയും ചെയ്യുവാൻ ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർക്ക് സ്വാതന്ത്ര്യമുള്ള ദൈവപ്രകാരം സ്വാതന്ത്ര്യമുള്ള ക്രിസ്തുവിൽ സ്വതന്ത്രരായി ജീവിക്കുവാൻ ദൈവമായ നിങ്ങളെ സഹായിക്കുമാറാകണം. ദൈവം നൽകിയ സകല അധികാരത്തോടുകൂടെ പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുതൽക്കാലം തലമുറയ്ക്കുന്ന എല്ലാവരെയും ഐശ്വര്യമായ സമൃദ്ധിയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആത്മീയവും ഭൗതികവും ശാരീരികമായ എല്ലാ മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ സമൃദ്ധി അനുഗ്രഹങ്ങളെല്ലാം ഈ ഒരാഴ്ചക്കാലം മുഴുവൻ മുതൽ മാനിക്കുമാറാകണമേ. അവിടുത്തെ തിരികരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന ആവേശം, അല്ല വീണ്ടും ഞായറാഴ്ചത്തെ ആരാധന എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, വരുത്തണമേ. അവിടുത്തെ നാമോദനായി സമർപ്പിക്കുന്ന പ്രാർത്ഥനകളാണ് സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ നല്ല പിതാവ്, നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ കർത്താവിന്റെ നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംവാസവും കൂട്ടായി നമ്മോടുള്ള പ്രാർത്ഥന വിഷയങ്ങളോട് ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ പകൽക്കാലം നമുക്ക് ജയം ദൈവത്തിനോട് സ്തോത്രം ചെയ്യാം. കർത്താവായ യേശുവേ വേഗം വരണം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ.